ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലാരാസ് റെസിപ്പീസ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഒരു ചൊരക്ക വെച്ചിട്ടൊരു കറിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഇനി അതിലേക്ക് നമുക്ക് ഇവിടെ 1/2 കിലോ ചൊരക്കയാണ് എടുത്തേക്കണത്. 1/2 കിലോയുടെ ഒരു ചൊരക്കയാണ് എടുത്തേക്കണത്. അത് നന്നായിട്ട് തൊലിയെ കളഞ്ഞ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ജീരകോല അടി കിടക്കാനില്ല, അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും പിന്നെ 1 ടീസ്പൂണോളം നമ്മളുടെ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു 3 വിസിൽ വന്ന വരെ അതൊന്ന് വേവിച്ചെടുക്കണം. ഇനി അടുത്ത് തന്നെ വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 മീഡിയം സൈസ് സവോള അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കേണ്ട, അതുപോലെ 2 തക്കാളിയും കുറച്ച് വെളുത്തുള്ളിയും പിന്നെ ഒരു 2 കഷ്ണം പട്ട, ഒരു കറുകപ്പട്ടയുടെ ഇല ചേർക്കുന്നുണ്ട്, ഒരു 2-3 പച്ചമുളക് അരിഞ്ഞതും, ഉപ്പും പിന്നെ കുറച്ചൊരു 10-15 കശുവണ്ടി പരിപ്പ് കൂടെ ചേർത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളത്തിൽ അതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നമുക്കത് മൂടിയിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം ഇവിടെ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നമ്മളുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുക്കാൻ വെക്കണം. ഇപ്പം ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം അതിന് മുമ്പ് നമ്മൾ അതിൽ ചേർത്തേക്കണ കറുകപ്പട്ടയുടെ ഇലയും 2 കഷ്ണം പട്ടയും മതിയെന്ന് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ ഇവിടെ അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് സ്ലോലി വെക്കണം കേട്ടോ. നല്ല സ്ലോ ആയിട്ട് വെച്ചിട്ട് വേണം മുളക് പൊടിയൊക്കെ മുരിക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് വളരെ സ്ലോ ആയിട്ട് വെച്ചിട്ട് വേണം എണ്ണ ഒഴിക്കാനായിട്ട്. എന്നിട്ട് ഒരു 2-3 സെക്കൻഡ് ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന അരപ്പുണ്ടല്ലോ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ കൂടുതൽ നേരം നമ്മൾ അത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു കയ്പ്പ് സ്വാദ് വരും. അപ്പം അതുകൊണ്ട് എണ്ണ ഒഴിച്ച് അപ്പം തന്നെ നമ്മൾ പൊടികളൊക്കെ ചേർത്തിട്ട് ഒരു 2-3 സെക്കൻഡ് ഇളക്കിയിട്ട് അപ്പം തന്നെ അരപ്പ് ചേർക്കുക. സ്ലോലി, അതും വളരെ സ്ലോ ആയിട്ട് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പൊടികളും മസാലകളും എല്ലാം കൂടി ചേരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. കാരണം ഇത് ഓൾറെഡി നമ്മൾ ഇത് വെന്തതാണല്ലോ അരച്ചെടുക്കണം. ചൊരക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അരപ്പിലേക്ക് ഈ ചൊരക്ക ചേർത്ത് കൊടുക്കണം. ഇവിടെ അരപ്പ് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആ ചൊരക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം.
ആ എടുത്ത് വെച്ചേക്കണ പട്ടയുടെ ഇലയും പട്ടയുടെ കഷ്ണമൊക്കെ ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ. ഇതൊന്ന് നന്നായി തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർക്കുന്നുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റും ആണ്, നല്ലൊരു ടെക്സ്ചറുമാണ്. അതിൻ്റെ കറിക്ക് നല്ലൊരു സ്വാദ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി നന്നായിട്ട് അതൊന്ന് ഇളക്കിയെടുക്കാം. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവ് പോലെ തോന്നുവാണെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കാരണം ചൊരക്ക വേവിക്കുമ്പോഴും അല്ലാതെ നമ്മൾ ടൊമാറ്റോയും ഉള്ളിയൊക്കെ വേവിക്കുമ്പോഴും ഓൾറെഡി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ്. ഇനി നന്നായിട്ട് അതൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലെല്ലാം ചേർത്തിട്ട് ഇളക്കിയെടുക്കാം. അപ്പം നമ്മളുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.